എൻ്റെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. എഴുത്തുകാരൻ സേതു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തിരിച്ചയച്ചു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എം ടിയുടെ ഒക്കെ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് എം ടി സാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വരാറുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനമായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ പലതവണ എം ടി സാറോടൊപ്പം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഞാൻ പി എൻ മേനോൻ്റെ കൂടെ സഹസംവിധായകനായിരുന്നു. ആ കാലം മുതൽ പി എൻ മേനോനും എം ടിയും തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വാത്സല്യത്തോടു കൂടിയാണ് എം ടി സാറും എന്നെ കണ്ടിട്ടുള്ളത്. എനിക്ക് എം ടിയുടെ തിരക്കഥയിലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. ഒരുപക്ഷെ എം ടിയുടെ കഥകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എം ടിയുടെ വായിക്കാത്ത നോവലോ കഥകളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വായിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഞാൻ കാലം വീണ്ടും വായിച്ചു. കാരണം ഒരു ഓർമ്മ പുതുക്കലാണ്. എം ടിയെ നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഇല്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇതുപോലുള്ള മഹാപ്രതിഭകൾ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും എം ടിയുടെ വിയോഗത്തിൽ കോഴിക്കോടിനോടൊപ്പം എല്ലാ മലയാളികളോടൊപ്പം ലോകത്തുള്ള എല്ലാ അക്ഷര സ്നേഹികളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.